ഗോൾഡൻ ഡയമണ്ട്സ് എരമല്ലൂർ വടതല. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ കമ്മിറ്റി സമാഹരിച്ച വയനാട് ദുരിതാശ്വാസ ഫണ്ട് തിരിമറി നടത്തിയതായി പരാതി. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ കമ്മിറ്റി സമാഹരിച്ച വയനാട് ദുരിതാശ്വാസ ഫണ്ട് തിരിമറി നടത്തിയതായി പരാതി. ജില്ലാ ജനറൽ സെക്രട്ടറിയായിരുന്ന എ റിയാസ് ആണ് ജില്ലാ പ്രസിഡന്റിനെതിരെ സംസ്ഥാന കമ്മിറ്റിക്ക് ഇതുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയത്. തുടർന്ന് ജില്ലാ പ്രസിഡന്റ് റിയാസിനെ സമിതിയിൽ നിന്നും പുറത്താക്കി. ഫണ്ട് തിരിമറി ജില്ലാ കമ്മിറ്റിയിൽ ചോദ്യം ചെയ്ത ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ എസ് കമറുദ്ദീൻ പള്ളുരുത്തി, പി എ ഷാനവാസ് പള്ളുരുത്തി, കെ എസ് നിഷാദ് നെട്ടൂർ, അബ്ദുൽ നസീസ് കളമശ്ശേരി എന്നിവരെയും ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് പ്രസിഡന്റ് പുറത്താക്കിയിരുന്നു. 1,02,00,000 രൂപയാണ് വയനാട് ദുരിതാശ്വാസത്തിനായി ജില്ലയിൽ നിന്നും പിരിച്ചെടുത്തതെന്നാണ് പറയുന്നത്. എന്നാൽ 60 ലക്ഷം രൂപ മാത്രമാണ് സംസ്ഥാന കമ്മിറ്റിക്ക് കൈമാറിയതെന്നാണ് പരാതിക്കാർ പറയുന്നത്. ബാക്കി തുക ജില്ലാ പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ തിരിമറി നടത്തിയെന്നാണ് ആക്ഷേപം. സ്റ്റേറ്റ് കൗൺസിൽ അംഗവും ജില്ലാ കമ്മിറ്റി അംഗവുമായി പ്രവർത്തിക്കുന്ന ഒരാളാണ്. കഴിഞ്ഞ നവംബർ മാസത്തിൽ സംസ്ഥാന പ്രസിഡന്റും ജില്ലാ പ്രസിഡന്റിന്റെയും പ്രത്യേക അധികാര പവർ ഉപയോഗിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് 4 പേർക്കെതിരെ ഒരു സസ്പെൻഷൻ ഓർഡർ ഇട്ടായിരുന്നു. അത് പത്രദൃശ്യമാധ്യമങ്ങളിൽ വന്നതാണ്. അത് ബഹുമാനപ്പെട്ട മുൻസിഫ് കോടതി അത് റദ്ദ് ചെയ്തിട്ടുള്ള ഓർഡറാണ് ഇപ്പം നമ്മുടെ കയ്യിലുള്ളത്. നമ്മൾ 4 പേര് സംഘടനയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അതേ സ്ഥാനത്ത് മറ്റൊരു കോടതി ഉത്തരവുണ്ടാവുന്നത് വരെ തുടർന്നും പ്രവർത്തിക്കാം എന്നുള്ളത് കോടതിയുടെ ഉത്തരവുണ്ട്. കേരളത്തിലെ മുഴുവൻ വ്യാപാരികളെയും ഞെരുക്കിക്കൊണ്ട് വയനാട് മുണ്ടക്കൽ ഭാഗങ്ങളിലുണ്ടായ പ്രളയം, അതുമായി ബന്ധപ്പെട്ട് നമ്മൾ വ്യാപാരികളെ സഹായിക്കുവാൻ വേണ്ടി സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം ഒരു ഫണ്ട് ശേഖരണം നടത്തിയായിരുന്നു. ആ ഫണ്ട് ശേഖരണത്തിൽ എറണാകുളം ജില്ലാ കമ്മിറ്റിയിൽ ചോദ്യം ചെയ്ത അംഗങ്ങളെ പുറത്താക്കിയതിനെതിരെ എറണാകുളം മുൻസിഫ് കോടതിയിൽ നൽകിയ ഹർജിയിൽ ജില്ലാ പ്രസിഡന്റിനെ പുറത്താക്കിയ നടപടി കോടതി സ്റ്റേ ചെയ്തതായും നടപടി നേരിട്ടവർ പത്രസമ്മേളനത്തിൽ പറഞ്ഞു. സമിതിയുടെ ജില്ലാ സംസ്ഥാന നേതൃത്വം വയനാട് ദുരിതാശ്വാസ ഫണ്ട് അതേ ആവശ്യത്തിനായി ഉപയോഗിക്കാതെ ദുരുപയോഗം ചെയ്തതുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രിക്കും DGPക്കും പരാതി നൽകുമെന്നും സമഗ്ര അന്വേഷണത്തിനായി ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്യുമെന്നും എസ് കമറുദ്ദീൻ പള്ളുരുത്തി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഇത് അങ്ങനെ അംഗീകാരമൊന്നുമില്ല. പിന്നെ രണ്ടാമത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജില്ലാ കമ്മിറ്റിക്ക് നമുക്കെതിരെ നടപടി എടുക്കാനുള്ള അധികാരമുണ്ട്. അത് ജില്ലാ കമ്മിറ്റിയിൽ ചർച്ച ചെയ്ത് നമുക്ക് നോട്ടീസ് അയച്ച് ആ നോട്ടീസിന് മറുപടി വന്ന് അത് ചർച്ച ചെയ്ത് ഒക്കെയാണ് ചെയ്യുന്നത്. ഇത്തരം നടപടികളൊന്നും തന്നെ ജില്ലാ കമ്മിറ്റിയിൽ എടുത്തിട്ടില്ല. ഇതിൽ ഇവരാദ്യം ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ 76F പ്രകാരം, അതായത് ഭരണഘടനയിൽ പറയുന്ന 76F പ്രകാരം പ്രസിഡൻഷ്യൽ പവർ, പ്രസിഡന്റിന് പ്രത്യേക പവറുണ്ട്. ആ പവർ ഉപയോഗിച്ചിട്ടാണ് സ്റ്റേറ്റ് പ്രസിഡന്റും ജില്ലാ പ്രസിഡന്റും നമ്മളെ പുറത്താക്കി എന്നുള്ള നടപടി സ്വീകരിച്ചു. ന്യൂസ് ബ്യൂറോ, തൊപ്പുംപടി.